കാനൻ രാജേന്ദ്രന് ശേഷം ആര് CPIയുടെ സെക്രട്ടറി ആകുമെന്ന ചോദ്യത്തിന് ഒറ്റ പേര് മാത്രം, ബിനോയ് വിശ്വം. എങ്ങനെ ബിനോയ് വിശ്വത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. രാജ്യസഭാ അംഗമാണ് ബിനോയ് വിശ്വം, CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം. 2006 മുതൽ 2011 വരെ VS മന്ത്രിസഭയിൽ വനം മന്ത്രിയായിരുന്നു. നാദാപുരം മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. വിദ്യാഭ്യാസം BA LLB. AISFിലൂടെ രാഷ്ട്രീയ പ്രവേശത്തിലേക്ക് എത്തുന്നു. CPI നേതാവ് CK വിശ്വനാഥന്റെ മകനാണ്. ഇനി എങ്ങനെ പടലപ്പിണക്കങ്ങളും അധികാര തർക്കങ്ങളും ഒക്കെയുള്ള CPIയിൽ എങ്ങനെ ബിനോയ് വിശ്വം എന്ന പേരിലേക്ക് എത്തുന്നു എന്ന് ചോദിച്ചാൽ അത് കാനം എഴുതിയ ഒരു കത്താണ്. ചികിത്സയിലിരിക്കെ 3 മാസത്തെ അവധി അപേക്ഷിച്ച ദേശീയ നേതൃത്വത്തിന് കത്തെഴുതിയ കാനം ദേശീയ നേതൃത്വത്തോട് ബിനോയ് വിശ്വത്തെ ആ പദവിയിൽ 3 മാസ കാലയളവിൽ നിയമിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. പിന്നീട് കാനൻ രാജേന്ദ്രന്റെ മരണം സംഭവിക്കുന്നു. മരണസമയത്ത് തന്നെ CPI അടിയന്തര യോഗം ചെയ്യുകയും ബിനോയ് വിശ്വത്തിന് താൽക്കാലിക ചുമതല നൽകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് നിർവാഹക സമിതിയിലേക്ക് ഈ വിഷയം വരുന്നത്. ബിനോയ് വിശ്വത്തിന്റെ പേര് മാത്രമാണ് നിർവാഹക സമിതിയിൽ ഉയർന്നു വന്നത്. അതിന് പിന്നാലെ ചേർന്ന സംസ്ഥാന കൗൺസിലും കാനത്തിനെതിരിലായിരുന്നു. അതായത് കാനം നിർദ്ദേശിച്ച നേതാവിന് മറുപക്ഷത്ത് എതിർക്കാൻ ആളുകൾ കുറവായിരുന്നു. K ഇസ്മയിൽ അടക്കമുള്ള നേതാക്കൾ ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി നിയമിക്കുന്നതിനെതിരെ ശക്തമായ ഭാഷയിൽ പരസ്യമായി തന്നെ പ്രതികരണവുമായി രംഗത്തുണ്ടായിരുന്നു. ഇതിനെയൊക്കെ മറികടക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കാനം നിർദ്ദേശിച്ച പേര്, ആ പേരിനോടുള്ള വൈകാരികമായ സംസ്ഥാന കൗൺസിലും നിർവാഹക സമിതിയിലെയും നേതാക്കൾക്കുണ്ടായിരുന്ന വൈകാരികമായ ഒരു ബന്ധം. അതുകൊണ്ട് തന്നെ ആ പേരിനെ എതിർക്കാൻ ഭൂരിഭാഗം പേരും തയ്യാറായില്ല. മറുവശത്ത് ദേശീയ നേതൃത്വത്തിന്റെ ഒരു പിന്തുണ. ദേശീയ നേതൃത്വത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ് ബിനോയ് വിശ്വം. ബിനോയ് വിശ്വം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് സംഘടനാ കാര്യങ്ങളിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ ദേശീയ നേതൃത്വത്തിനും താല്പര്യമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഒറ്റ പേരിലേക്ക് എത്തുകയാണ്. ഇനിയുള്ള കാലം CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ പോലും CPIക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ, CPIക്കുള്ളിലെ വിഭാഗീയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇനി വരുന്ന കാലങ്ങളിൽ ബിനോയ് വിശ്വത്തിന് വെല്ലുവിളിയാകും.